അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ DMK നേതാവും തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്ക് 3 വർഷം തടവ് ശിക്ഷ. രാഷ്ട്രീയ നേതാവ് കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ മദ്രാസ് ഹൈക്കോടതി 50 ലക്ഷം രൂപ പിഴ ശിക്ഷയായും വിധിച്ചിട്ടുണ്ട്. കേസിൽ പൊന്മുടിയെ 2016 കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ പൊന്മുടിയെയും മകൻ ഗൗതം സിഘമണിയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. കള്ളക്കുറിച്ചി മണ്ഡലത്തിൽ നിന്നും DMK MP-യാണ് ഗൗതം സിഘമണി. 2006-നും 2011-നും ഇടയിൽ മൈൻസ് ആൻഡ് മിനറൽ മന്ത്രിയായിരിക്കെ പൊന്മുടി തമിഴ്നാട് മൈനർ മിനറൽ കൺസഷൻസ് ആക്ട് ലംഘിച്ചുവെന്നാണ് ED-യുടെ ആരോപണം. വാനൂർ ബ്ലോക്കിലെ പുത്തൂറയിൽ 28.37 കോടി രൂപ വില മതിക്കുന്ന അനധികൃത റെഡ് സാൻഡ് ക്വാറി പൊന്മുടി അനധികൃത മാർഗത്തിലൂടെ സ്വന്തമാക്കിയതായും ആരോപണമുണ്ട്. DMK സർക്കാരിൽ ഖനി ധാതു വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പൊന്മുടിയും ഭാര്യയും വലിയ തോതിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് കണ്ടെത്തൽ. തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലക്കാരനായ പൊന്മുടി PhD ജേതാവും പ്രൊഫസറുമായിരുന്നു. ഈ സമയത്താണ് DMK-യിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. 1989-ൽ വില്ലുപുരത്തു നിന്നാണ് അദ്ദേഹം ആദ്യമായി MLA ആകുന്നത്. തുടർന്ന് 6 തവണ MLA ആയ 72-കാരനായ അദ്ദേഹം നിലവിൽ കല്ലുറിച്ചി ജില്ലയിലെ തിരുക്കോയിലൂർ നിയോജക മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. വില്ലുപുരം കള്ളക്കുറിച്ചി മേഖലയിൽ വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് പൊന്മുടി. മേഖലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ DMK-യിലേക്ക് എത്തിക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. സുപ്രീം കോടതി ശിക്ഷ ശരിവച്ചാൽ പൊന്മുടിക്ക് MLA പദവിയും മന്ത്രിസ്ഥാനവും നഷ്ടമാകും. ശിക്ഷ 2 വർഷത്തിൽ കൂടുതലായതിനാൽ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സാധിക്കില്ല. ഇവിടെ എടുത്തു പറയേണ്ട കാര്യമെന്തെന്നാൽ DMK-യുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായ പൊന്മുടി MK സ്റ്റാലിന്റെ വിശ്വസ്തനാണ് എന്നതാണ്. 1989 മുതലുള്ള എല്ലാ DMK ഭരണത്തിലും അദ്ദേഹം സുപ്രധാന പദവി വഹിച്ചിട്ടുണ്ട്. MK സ്റ്റാലിൻ നയിക്കുന്ന മന്ത്രിസഭയിൽ 5-ാം സ്ഥാനമാണ് പൊന്മുടിക്കുള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മന്ത്രി സെന്തിൽ ബാലാജി അറസ്റ്റിലായതിന്റെ ക്ഷീണം മാറുന്നതിനു മുന്നെയാണ് മറ്റൊരു മന്ത്രിയും ശിക്ഷിക്കപ്പെടുന്നത്.